ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ് ടിപ്സിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കലണ്ടർ മെമ്മറിയാണ്. കലണ്ടർ മെമ്മറിയിൽ 3 കോഡുകളാണുള്ളത്. ഒന്ന് ഡേ കോഡ് ഉണ്ട്, മന്ത് കോഡ് ഉണ്ട്, അതുപോലെ ഇയർ കോഡ് ഉണ്ട്. ഈ 3 കോഡുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആദ്യം നമുക്ക് മന്ത് കോഡ് എന്താണെന്ന് അറിയാം. ഇവിടെ നോക്കാം. നിങ്ങൾക്ക് മന്ത് കോഡ് ഓർമ്മിച്ചേക്കാനുള്ള ട്രിക്കാണ് 1440 2503 6146. ഇത് നിങ്ങൾ കാണാണ്ട് പഠിക്കണം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ജനുവരിക്ക് 1 ആണ്, ഫെബ്രുവരിക്ക് 4 ആണ്, മാർച്ച് 4, ഏപ്രിൽ 0. പിന്നെ വരുന്ന അങ്ങനെ ഓരോന്നിനും ഓരോ കോഡുകളാണ് വരിക. നിങ്ങൾക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. അതിന് പകരമായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് 1440 1440 2503 അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുക ആ രീതിയിൽ ഈ കോഡുകൾ എന്ത് ചെയ്യുക കാണാതെ പഠിക്കാം. അപ്പോൾ ഓർമ്മിക്കുക, 1 റെപ്രസെൻ്റ് ചെയ്ത് ജനുവരിനെയും 4 ഫെബ്രുവരിക്കും, പിന്നെ മാർച്ച് 4 ആണ്, ഏപ്രിൽ 0, മെയ് 2, ജൂൺ 5, ജൂലൈ 0, ഓഗസ്റ്റ് 3, സെപ്റ്റംബർ 6, ഒക്ടോബർ 1, നവംബർ 4, ഡിസംബർ 6. ഇങ്ങനെയാണ് മന്ത് കോഡ്, അതായത് ഓരോ മാസത്തെ കോഡും ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡേ കോഡാണ്. ഡേ കോഡ് നമുക്കറിയാം. ഇവിടെ നോക്കാം. സൺഡേക്ക് 1 ആണ്, അതായത് ഞായറാഴ്ച 1 വരും. പിന്നെ മൺഡേ 2. അപ്പോൾ ഓർമ്മിക്കണം, സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേ ആണ്. സൺഡേ 1, പിന്നെ മൺഡേക്ക് 2 ആയിരിക്കും, ട്യൂസ്ഡേ 3, വെനസ്ഡേ 4, തേഴ്സ്ഡേ 5, ഫ്രൈഡേ 6, ലാസ്റ്റ് സാറ്റർഡേക്ക് 0 ആണെന്ന് ഓർമ്മിക്കുക. നിങ്ങൾ കാര്യമായിട്ട് ഓർമ്മിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേയും 1 ആണെന്ന് ഓർമ്മിക്കണം. എൻഡ് ചെയ്യുന്ന സാറ്റർഡേ 0 ആണെന്ന് ഓർമ്മിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് 1 2 3 4 ഈ കോഡുകളിലെ ഒരു പ്രത്യേകതയും പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിയാൽ നമുക്ക് മന്ത് കോഡിൽ നിങ്ങൾ നോക്കിയാൽ മതി. 1 to 6 വരെയില്ല, അതായത് 0 to 6 വരെയുള്ള നമ്പർ മാത്രമേ വരൂ. ഇവിടെ നോക്കിയാൽ മതി. 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 5 6. ബാക്കിയുള്ള ഒരു നമ്പറും നമ്മൾ ഇയർ കോഡിൽ വരില്ല. ഓർമ്മിക്കാനുള്ള കോഡുകളിൽ വരില്ല, അത് ഓർമ്മിക്കുക. 0 to 6 വരെയുള്ള കോഡുകൾ മാത്രമേ മന്ത് കോഡിലായാലും ഡേ കോഡിലായാലും ഇയർ കോഡിലായാലും ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഇനി മന്ത് കോഡ് നിങ്ങൾ പഠിച്ചാൽ ഡേ കോഡ് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. സൺഡേയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 ആണ് സൺഡേക്കെന്നും, സാറ്റർഡേയിൽ എൻഡ് ചെയ്യുന്ന സമയത്ത് സാറ്റർഡേ 0 ആണ് സാറ്റർഡേയിൽ നിന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഇയർ കോഡാണ്. ഇയർ കോഡിലും നിങ്ങൾ ഓർമ്മിക്കുക. നമുക്ക് ഓൾറെഡി ബിസ്മാർട്ടിൻ്റെ 1951 മുതലുള്ള കോഡ് ഇതിലുണ്ട്. ഇത് ഓൾറെഡി ഗ്രൂപ്പിലൊക്കെ ഷെയർ ആണ്. ചോദിച്ചാൽ ഗ്രൂപ്പിൽ ആരെങ്കിലും ആയിട്ട് ഷെയർ ചെയ്ത് തരും, ചോദിച്ചാൽ ചെയ്തുതരാം. ഇവിടെ നോക്കാം. ഇയർ കോഡ് നോക്കുന്ന സമയത്ത് 1951 0 ആണ്, 52 1ഉം 2 2 കോഡുകൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം. ലീപ്പ് ഇയർ, അതായത് അതിവർഷം എന്ന് പറയുന്നത് നമുക്കറിയാം. 4 വർഷം കൂടുമ്പം അതിവർഷമായിരിക്കും, ലീപ്പ് ഇയർ ആയിരിക്കും. അതായത് ഒരു വർഷത്തിന് 366 ദിവസം, അതായത് ഫെബ്രുവരി 29 എന്നത് നമുക്ക് 4 വർഷം കൂടുമ്പോഴാണ് ഉണ്ടാവുക. കോമൺലി ഫെബ്രുവരി 28 ഉണ്ടാവും, പക്ഷെ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരി 29 ഉണ്ടാവും. അതിനെ നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്, അതിവർഷം എന്ന് പറയുന്നത്. അപ്പം ആ ഇയറിൽ മാത്രം 2 കോഡുകൾ ഉണ്ടെന്ന് ഓർമ്മിക്കുകയും ആ 2 കോഡിൽ എങ്ങനെ സെലക്ട് ചെയ്യാന്ന് പറയാം. ജനുവരി ഫെബ്രുവരി ആണ് നിങ്ങളെ മാസമെങ്കിൽ, ജനുവരിയും ഫെബ്രുവരിയും മാത്രമാണ് നിങ്ങൾ മാസമെങ്കിൽ ആദ്യത്തെ കോഡായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ലീപ്പ് ഇയറിൽ നിങ്ങൾക്ക് ലീപ്പ് ഇയറായി ഇപ്പോൾ കിട്ടുന്നില്ലെന്ന് വിചാരിക്കാം. ഒരാൾ നിങ്ങളുടെ ഒരു വർഷത്തിലൊരു ദിവസം കാണാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്ന വർഷം അതിവർഷമാണെങ്കിൽ, അതായത് ലീപ്പ് ഇയർ ആണെങ്കിൽ അവർ പറയുന്ന മാസം, നമുക്ക് ദിവസമാണ് കണ്ടുപിടിക്കാൻ പറയാം അല്ലേ. അപ്പം മാസം നിങ്ങൾ ചെക്ക് ചെയ്യണം. ജനുവരിയോ ഫെബ്രുവരി ആണെങ്കിൽ ഈ 2 കോഡുകൾ വരുന്ന സമയത്ത് അതിലെ ഫസ്റ്റ് കോഡായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള മാർച്ച് മുതൽ ഡിസംബർ വരെയാണ് അവർ പറയുന്ന മാസമെങ്കിൽ രണ്ടാമത്തെ കോഡായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അത് ഓർമ്മിച്ച് വെക്കണം. ഇയർ കോഡ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത് ലീപ്പ് ഇയർ ആണോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ അവർ പറയുന്ന മാസം, നിങ്ങൾക്ക് വേണ്ട മാസം ജനുവരിയോ ഫെബ്രുവരി ആണെങ്കിൽ ലീപ്പ് ഇയറിൽ ഫസ്റ്റ് കോഡായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാത്ത മാസമാണെങ്കിൽ, അതായത് മാർച്ച് ടു ഡിസംബർ വരെയുള്ള ഏത് മാസമായാലും നിങ്ങൾ സെക്കൻഡ് കോഡായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇയർ കോഡ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുതരാം.
നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ച കോഡുകളുണ്ട്. ഓക്കെ, 1951 മുതലുള്ളതുണ്ട്. 51 0 ആണെന്ന് കിട്ടി. 52 ലീപ്പ് ഇയർ ആയതുണ്ട്. ഈ റെഡ് കളറിൽ കാണിക്കുന്ന ലീപ്പ് ഇയർ ആണ്. 2 കോഡുകൾ വരും. പിന്നെ 53 3 താഴോട്ട് നോക്കാം. 54 കോഡ് 4 ആണ്. 1955 5 ആണ്. അടുത്തത് ലീപ്പ് ഇയർ നിങ്ങൾ നോക്കിയാൽ മതി. 4 ഇപ്പോൾ ഇവിടെ ഒരു 1952 ലീപ്പ് ഇയർ ആയി. ഇനി നെക്സ്റ്റ് നോക്കാം. 1 2 3 നെക്സ്റ്റ് 4th ഇയർ എന്തായിരിക്കും? ലീപ്പ് ഇയർ ആയിരിക്കും. 1956 കിട്ടി. അപ്പൊ നെക്സ്റ്റ് നോക്കിയാൽ മതി. ഇനി അടുത്ത ലീപ്പ് ഇയർ ഏതായിരിക്കും? 57 58 59 60 ആയിരിക്കും ലീപ്പ് ഇയർ വരിക. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം. 56 വന്നാൽ പിന്നെ 57 58 59 അടുത്ത 4ാമത്തെ വർഷം ലീപ്പ് ഇയർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇനി ഇയർ കോഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ നോക്കിയേ, നമുക്കിവിടെ തന്നത് 1950 വരെയുള്ളതാണ്. 51 മുതലുള്ള കോഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് 50 കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഇതിന്റെ ബാക്കോട്ടേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, മുന്നോട്ടേക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 50 കണ്ടുപിടിക്കണം, ഇനി 49 കണ്ടുപിടിക്കണം, അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുതരാം. അതേപോലെ ചില ടീച്ചേഴ്സ് ചോദിക്കുന്ന കാണാറുണ്ട് 1990 ഏത് നമുക്ക് വേണമെങ്കിൽ. നമുക്ക് ഇവിടെ തന്നത് 2020 വരെയുള്ള കോഡ് ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. 2016 2017 18 നോക്കി. 16 ലീപ്പ് ഇയർ വന്നതുകൊണ്ട് 17 18 19 നെക്സ്റ്റ് 2020 ലീപ്പ് ഇയർ ആണ്. ഏതെങ്കിലും ഒരു 2 ഇയർ നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡിൽ ഓർമ്മിച്ച് വെക്കണം. ബേസ് ആയിട്ട് വരുന്നത് ഒന്നുകിൽ 2020 ലീപ്പ് ഇയർ എന്ന് ഓർമ്മിക്കുക, അല്ലെങ്കിൽ 2000 ലീപ്പ് ഇയർ എന്ന് ഓർമ്മിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. 2000 ലീപ്പ് ഇയർ ആണ്. 2004 വരും, 2008 വരും, പിന്നെ 2012 16 20. ഓക്കെ, ഇനി 21 മുതലിൻ്റെ ലീപ്പ് ഇയർ എങ്ങനെ ഇയർ കോഡ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയാം. നമുക്ക് 2020 വരെ ഇവിടെ ഉള്ളത്. ഇനി അപ്പോൾ 2021 കണ്ടുപിടിക്കാൻ പറ്റും, 22 കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇയർ കോഡ് എന്നെ കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കലണ്ടർ മെമ്മറിയിൽ വരുന്ന ഓരോ കോഡുകളും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് 0 to 6 വരെയുള്ള നമ്പർ മാത്രമാണ് എന്ത് വരുന്നത്? നമുക്ക് ഈ കലണ്ടർ മെമ്മറിയിൽ വരുന്നത്. നമുക്ക് മന്ത് കോഡ് ആയാലും ഡേ കോഡ് ആയാലും ഇയർ കോഡ് ആയാലും 0 to 6 വരെ ഉണ്ടാവുമെന്ന് മാത്രം ഓർമ്മിക്കാം. നമുക്ക് ഉള്ളത് ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 1952 ലീപ്പ് ഇയർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റ് കലണ്ടർ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ബാക്കോട്ടേക്ക് കണ്ടുപിടിക്കുന്നതായിരിക്കാം. അതായത് അതിന് 52 മുമ്പുള്ള വർഷം 51 0 ആണെന്നും നമ്മൾ കണ്ടു അല്ലേ? ഈ കലണ്ടർ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ തന്നത് 1952 ഈ 1 and 2 ആണ്. 50 കോഡ് 0 ആണെന്ന് കിട്ടി. ഓക്കെ, നമ്മൾ ബാക്കിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു വർഷത്തിന്റെ പിറകിലുള്ള ഇയർ ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക 0 to 6 വരും ഓർമ്മിക്കുക. ബാക്കിലേക്കാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6 എന്നൊരു കോഡ് കിട്ടിയിട്ട് നെക്സ്റ്റ് അതിന് തൊട്ട് പിറകിലുള്ളതിന് 5 ആയിരിക്കും. ബാക്കിലത്തെ ഇയറിന് 5 ആയിരിക്കും കോഡ് വരാം. അതിന്റെ പിറകിൽ 4 ആയിരിക്കും. ഇങ്ങനെ ബാക്കോട്ടേക്ക് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. ലീപ്പ് ഇയർ ആണെങ്കിൽ 2 കോഡുകൾ ഒരുമിച്ച് കൊടുക്കണമെന്നും ചിന്തിക്കണം. ബാക്കിലേക്ക് പോകുന്ന സമയത്ത് 6 5 4 3 2 3 2 എന്ന് സെലക്ട് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് അത് 1 0 അങ്ങനെ പോകും. ഓക്കെ, ഇനി മുന്നോട്ടേക്കുള്ള വർഷം നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ 2020 നോക്കാം. ഫസ്റ്റ് 2020 ഒന്ന് ചെക്ക് ചെയ്യാം. 2020 2 and 3 ആണ് കിട്ടിയിട്ടുണ്ട് അല്ലെ? 2021 കണ്ടുപിടിക്കാൻ 2020 2 and 3 ആണ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 2021 കോഡ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? മുന്നോട്ടേക്ക് ജമ്പ് ചെയ്യണം. 0 to 6 വരെ വരും എന്നറിയാം. അപ്പൊ 2 and 3 കഴിഞ്ഞ നെക്സ്റ്റ് കോഡ് എന്തായിരിക്കും? 4 ആയിരിക്കും. നെക്സ്റ്റ് 2022 വരുന്നതോ 5 ആയിരിക്കും. നെക്സ്റ്റ് 2023 6 ആയിരിക്കും. ഓർമ്മിക്കുക, അടുത്ത വർഷം എന്തായിരിക്കും? ലീപ്പ് ഇയർ ആയിരിക്കും. അപ്പം
ലീപ്പ് ഇയർ, അത് 2024 ലീപ്പ് ഇയർ ആയിരിക്കും അല്ലേ. 2020 ലീപ്പ് ഇയർ ആയതുകൊണ്ട് 2021 എന്തായിരിക്കും, ഒറ്റ കോഡേ വരും. പിന്നെ നെക്സ്റ്റ് 4th ഇയർ എന്തായിരിക്കും, ലീപ്പ് ഇയർ ആയിരിക്കും. ഇതിലെന്ത് വരും, 2 കോഡുകൾ കൊടുക്കണം. നമുക്കറിയാം 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4 5 6 നെക്സ്റ്റ് വരുന്നത് 0 ആണ്. 0യും അതിൻ്റെ കൂടെ ഒരു കോഡും കൂടി കൊടുക്കണം. 2 and 0 and 1 ആയിരിക്കും നെക്സ്റ്റ് കോഡ് വരിക. ഓക്കെ. 2025ൻ്റെത് നോക്കുന്നുണ്ടെങ്കിൽ 2025 ഏതാ വരിക, 2025 വരുന്ന കോഡ് 2 ആയിരിക്കും. അത് 0 to 6 വരെ വരും. ഇപ്പോൾ 6ൽ 2023 6 ആയതുകൊണ്ട് 2024 0 and 1 ആണ് കോഡ് വരിക. 2025 2 കിട്ടി. 2026 3 ആയിരിക്കും. അപ്പോൾ പിറകിലേക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, ചെയ്ത് പോവാം. 2027ൻ്റെത് 4 ആയിരിക്കും. 2028 എന്ന് പറയുന്നത് ഓർമ്മിക്കുക, 4 വർഷം കൂടുമ്പോൾ ആദ്യം എന്തായിരിക്കണം, 2 കോഡ് ഉണ്ടാവും. അപ്പോൾ 5 and 6 വരും. അപ്പോൾ നെക്സ്റ്റ് 2029 0 ആയിരിക്കും. ഓക്കെ. 2029 0 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കോഡ് കണ്ടുപിടിക്കാൻ പറ്റും, ഇയർ കോഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇങ്ങനെ കോഡ് കിട്ടിയാൽ എങ്ങനെയാണ് ഡേ കാണാന്നുള്ളതാണ് പറയേണ്ടത്. ഒരു ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഡേറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 17 ജൂലൈ 2024 ആണെങ്കിൽ ഇതിനെങ്ങനെ കണ്ടുപിടിക്കാന്നാണ് പറയുന്നത്. എപ്പോഴും നമുക്ക് കിട്ടിയ ഡേറ്റ് എന്താണോ, ഇപ്പോൾ 17 നമ്മൾ ഡേറ്റ് പ്ലസ് ജൂലൈൻ്റെ കോഡ് കണ്ടുപിടിക്കണം. നമുക്കറിയാം 1440 2503 6146 ആണ് നമ്മുടെ മന്ത് കോഡ് എന്നറിയാം. ഇപ്പോൾ ജൂലൈൻ്റെ കോഡ് വരുന്നത് നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും, 0 ആയിരിക്കും അല്ലേ. 0 ആണ് വരാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ജൂലൈൻ്റെ കോഡ് കണ്ടുപിടിക്കാൻ. ഓക്കെ. ഇത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. കാരണം ജൂലൈക്ക് 0 ആണ്. അങ്ങനെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇപ്പോൾ ജൂലൈക്ക് 0 ആണെന്നറിയാം. ഓക്കെ. ജൂലൈക്ക് 0 ആയതുകൊണ്ട് ആദ്യം നമുക്ക് തന്ന ഡേറ്റ് എന്താണോ അത് പ്ലസ് ആ മാസത്തെ കോഡ് 0 പ്ലസ് 2024 കോഡ് നമുക്കറിയണം. 2024 കോഡ് അറിയാൻ ജസ്റ്റ് ഇപ്പോൾ നമ്മളിവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2024 കോഡ് വരുന്നത് 0 and 1 ആണ് ഉള്ളത്. ലീപ്പ് ഇയർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ. സാധാരണ ഇപ്പോൾ 2025 ആണെങ്കിൽ നമുക്ക് 2 വേഗം ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ലീപ്പ് ഇയർ ആയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ 2 മാസമാണ് ചെക്ക് ചെയ്യുക. ജൂലൈ ആണ് നമുക്കിപ്പോൾ തന്ന മാസം അല്ലേ. അപ്പോൾ ഫസ്റ്റ് കോഡ് വരുന്നത് ജനുവരി ഫെബ്രുവരിക്ക് മാത്രമായിരിക്കും. മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള കോഡ് സെക്കൻഡ് കോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 0യും 2024 വരുന്നത് 2 കോഡുകളാണ്, 0യും 1 ആണ്. അപ്പോൾ 1 ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം ജൂലൈ എന്നുള്ളത് നമുക്ക് മാർച്ച് ടു ഡിസംബറിൽ വരുന്ന മാസമായതുകൊണ്ട് 1 ആണ് നമുക്ക് ജൂലൈൻ്റെ ഇവിടെ, ജൂലൈൻ്റെ അല്ല 2024 കോഡ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. 2024 കോഡ് നമുക്ക് 1 ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് ടോട്ടൽ ചെയ്യാം, ഡിവൈഡഡ് ബൈ 7 ആണ് ചെയ്യേണ്ടത്. ഇത് മൊത്തം ആദ്യം ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് 17 പ്ലസ് 0 17 തന്നെയാണ്, പ്ലസ് 1 18 ബൈ 7 ചെയ്യണം. 18 ഡിവൈഡഡ് ബൈ
7 വരും. 18 ഡിവൈഡ് ബൈ, അപ്പോൾ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമുക്കറിയാം 7 2 14 വരും. 14 കഴിഞ്ഞാൽ പിന്നെ 4 ആയിരിക്കും റിമൈൻഡർ വരിക. നമുക്ക് കലണ്ടർ മെമ്മറിയിൽ റിമൈൻഡർ എത്രയാണോ വരുന്നത് അതാണ് നമ്മൾ ഡേ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് 4 ആണ്. ഫോർ ആയതുകൊണ്ട് നമുക്ക് റിമൈൻഡർ ആണ് 4 കിട്ടിയത്. അതായത് 7 2 14 കഴിഞ്ഞാൽ ബാക്കി വരുന്ന റിമൈൻഡർ എത്രയാണ്? 4 ആണ്. അപ്പോൾ 4ന്റെ നമുക്കറിയാം സൺഡേ 1 ആണ്, 2 മൺഡേ ആണ്, 3 ട്യൂസ്ഡേ ആണ്, 4 വെനസ്ഡേ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഡേ വെനസ്ഡേ ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്യാം. ഫോറിനത് വെനസ്ഡേനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കില്ല ഡേ ഏതാണ്? വെനസ്ഡേ ആണ്. ഇങ്ങനെയാണ് കലണ്ടർ മെമ്മറി കണ്ടുപിടിക്കുക. ഇനി വേറൊരു ഡേറ്റ് ആണെങ്കിൽ ഇപ്പോൾ 2025 17 ജൂലൈ മാസത്തെ 17 ആണ് കണ്ടുപിടിക്കാൻ വിചാരിക്കുക. സെയിം നമുക്ക് ലീപ്പ് ഇയർ ഒന്നും ഒഴിവാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറയുന്നതാണ്. 2025 വിചാരിക്കാം. 2025 ആണെങ്കിൽ 17 ജൂലൈ 2025 ആണെങ്കിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയാം. 17 പ്ലസ് ജൂലൈ നമ്മളിപ്പോൾ പറഞ്ഞു 0 ആണ് കോഡ്, പ്ലസ് 2025 വരുന്നത് നമുക്കറിയാം 2024 0 and 1 ആണ് വന്നത് അല്ലേ. 2024 കോഡ് 0 and 1 വന്നതുകൊണ്ട് നമുക്കറിയാം 2 ആയിരിക്കും 2025 കോഡ്. നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2025 2 ആണ് വരുന്നത് കോഡ്. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ല, ഡയറക്റ്റ് എന്ത് ചെയ്യുക? 2 ആഡ് ചെയ്ത് കൊടുക്കുക. ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇത് 19 ആണ് കിട്ടിയത്. 19 ഡിവൈഡഡ് ബൈ 7 ചെയ്യണം. വീണ്ടും 2 14 5 ആണ് വരിക. 5 എന്നുള്ള കോഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിന് ആൻസർ 5 ആണ്. അതായത് റിമൈൻഡർ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 2 times 7 അതിന് 2 ചെയ്യാൻ പാടില്ല. 5 റിമൈൻഡർ എത്രയാണ് വരുന്നത്? റിമൈൻഡറിന്റെ നമ്പർ എത്രയാണ് കിട്ടിയത് അതിന്റെ ഡേ ഏതാണെന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 5ന്റെ ഡേ എന്ന് പറയുന്നത് നമുക്കറിയാം 5 തേഴ്സ്ഡേ ആണ്. അപ്പോൾ 17 ജൂലൈ 17 2025 വ്യാഴാഴ്ച ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം. പിറകിലേക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. നിങ്ങൾ ഓർമ്മിക്കുന്നത് കറക്റ്റായിട്ട് ഇയർ കോഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് ലീപ്പ് ഇയർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ലീപ്പ് ഇയർ 2 കോഡ് കൊടുക്കണം. ഓക്കെ, കലണ്ടർ മെമ്മറി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.